ഡോക്ടർ സരിൻ, കെ ബി ഹെഡ്ഗേവാറിൻ്റെ പേര് ഈ നഗരസഭ തുടങ്ങുന്ന ബഡ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടത് ഇപ്പോഴും വിവാദം അടങ്ങാതെ അല്ലെങ്കിൽ അത് അവസാനിക്കാതെ തുടരുകയാണ്. ബി ജെ പിയുടെ ഭാഗം ഞങ്ങൾ ഭരിക്കുന്ന കൗൺസിലാണ്, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇടമാണ്, അപ്പം ഞങ്ങളുടെ ഒരു പദ്ധതിക്ക് ഞങ്ങൾക്ക് സൗകര്യമുള്ള പേരിടും എന്നുള്ളതാണ്. അപ്പോൾ അതുമായി മുന്നോട്ട് പോകുമെന്ന് അവർ പറയുമ്പോൾ പ്രതിഷേധവും അതേപോലെ തുടരുമോ? അഭിലാഷ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങ് തറക്കല്ലിടലിന്റെ കർമ്മമാണ് ഇന്നലെ നടന്നത്. അപ്പൊ അതിലേക്ക് അവരൊരു നോട്ടീസ് അടിച്ചിറക്കിയിരുന്നു. വളരെ കൗതുകം ആ നോട്ടീസിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നോട്ടീസിൽ പേര് വെക്കുന്നതിന് മുന്നേ പാർലമെന്ററി ലീഡർമാർ എന്നുള്ള രീതിയിൽ ഓരോ പാർട്ടികളുടെയും, അത് കോൺഗ്രസിന്റെ, ബി ജെ പിയുടെ, അതുപോലെ തന്നെ CPM ഒക്കെ അടക്കം ആളുകളുടെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു, ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ നിങ്ങളും പങ്കെടുക്കണം, അങ്ങനെ അവരുടെ സമ്മതവും സൗകര്യവും കൂടി അറിയിച്ചാണ് സാധാരണ പേര് വെക്കുക. ഇന്നലെ പേര് വെച്ച CPM കൗൺസിലറുടെ അടക്കം പേര് അതിൽ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കൗൺസിലർ ഈ വിഷയം അറിഞ്ഞത്, പാർലമെന്ററി ലീഡർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പേര് അതിലേക്ക് വെച്ചത് പോലും ഈ നോട്ടീസ് അടിച്ചിറക്കിയത് മിനിഞ്ഞാന്ന് വൈകിട്ട് മാത്രമാണ് പുറം ലോകം കാണുന്നത്. ഇന്നലെ ആയിരുന്നു പരിപാടി. അപ്പോ അദ്ദേഹം അപ്പൊ തന്നെ അതിന് ഞാൻ സമ്മതം അറിയിക്കാത്ത ഒരു പരിപാടിയിൽ എന്റെ പേര് വെച്ചു എന്നുള്ളത് അദ്ദേഹം അവിടെ ബന്ധപ്പെട്ട പ്രത്യേകിച്ച് നഗരസഭാ ചെയർപേഴ്സണെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ നഗരസഭയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺ ആണെങ്കിലും ശരി, വൈസ് ചെയർമാൻ ആണെങ്കിലും ശരി, അവർക്ക് രണ്ടുപേർക്കും ഈ വിഷയത്തിലെ ഗൗരവം പറ്റാവുന്ന രീതിയിൽ ബോധ്യപ്പെടുത്തിയതാണ്. ഈ പേരുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങൾ അതിനെ എതിരെ ഉണ്ടാകുമെന്നും അതിന് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ CPM അതിനെതിരെ നീങ്ങുമെന്നുമുള്ളത് വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഹെഡ്ഗേവാറിന്റെ പേരിടണം എന്ന് അവർക്ക് നിർബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായും 52 അംഗ കൗൺസിലിൽ ഇതൊന്ന് ചർച്ചയ്ക്ക് വെക്കുകയും അവിടെയുള്ള ആളുകളെ കേൾക്കുകയുമെങ്കിലും ചെയ്യാമായിരുന്നു. കേട്ട ശേഷം ഭൂരിപക്ഷം 28 പേരുടെ 52-ൽ 28 പേരുള്ള BJPക്ക് നഗരസഭയുടെ കൗൺസിലിൽ അത് വേണമെങ്കിൽ പാസ്സാക്കിയെടുക്കാമായിരുന്നു. അതിനെയാണ് പാർലമെന്ററി ഡെമോക്രസി അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യവഹാരം നടത്തേണ്ടത് എന്നുള്ളതിനുള്ള മാതൃക എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പകരം ഇത് ഒളിച്ചു കടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ പേര് ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നും അവർക്കിപ്പോ ഇല്ല. ഈ ഹെഡ്ഗേവാർ ആരാണെന്ന് കഴിഞ്ഞ 100 വർഷമായി RSSന് ഇന്ത്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആൾ എന്തിനു വേണ്ടിയാണ് RSSനെ 1925 അങ്ങനെ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തത് എന്ന് ഈ 100ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ പാലക്കാട് നിന്ന് കേരളത്തിൽ ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനെ മുളയിലേ നുള്ളുക. നമ്മൾ ഹെഡ്ഗേവാറിനെ അറിയിക്കുക എന്നുള്ളതിനും അപ്പുറം നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ കൗൺസിലിൽ വെക്കാതെ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോയി തറക്കല്ലിടാനാണ് വിവരം പ്രതികരിച്ചത്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. എന്തിനാണ് ഒളിച്ച് കൗൺസിലിൽ പോലും അജണ്ടയായി വെക്കാതെ ഇതുമായി മുന്നോട്ട് പോയത്? കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞിട്ട് പോരെ പേരിടൽ എന്നുള്ളതൊക്കെയാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്.